ടോർക്ക് കണ്ടുപിടിച്ചു. ദാറ്റ് മീൻസ് ദ ടോർക്ക് ആക്ടിങ് ഓൺ എ കറണ്ട് ലൂപ്പ്, അതായത് നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു കറണ്ട് കടന്നു പോകുന്ന ഒരു കോയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ അനുഭവപ്പെടുന്ന ടോർക്കിന്റെ എസ് എ ആണ് ഡിറൈവ് ചെയ്ത് കിട്ടിയ ഫൈനൽ വാല്യൂ ഇതായിരുന്നു. ടോർക്ക് ഈസ് ഈക്വൽ ടു എൻ എ ബി ഐ എന്ന കിട്ടി. ഐ എ ബി എന്നൊക്കെയാ കിട്ടിയത്. അപ്പം നമ്മൾ ഒരെണ്ണത്തിന്റെ ആയിരുന്നു. എൻ കോയിലുകൾ ഉണ്ടെങ്കിൽ, ഇഫ് ദർ ആർ എൻ കോയിൽസ്, ദ ടോർക്ക് ആക്ടിങ് ഓൺ ദിസ് കോയിൽ by this uniform magnetic field from north to south. മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് പോകുന്നത്. അത് യൂണിഫോം ആകുമ്പോൾ അത് പാരലൽ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ടോർക്കിന്റെ ഇക്വേഷൻ ഇവിടെ മുതൽ കേട്ടിരുന്നു. ടോർക്കിന്റെ ഇക്വേഷൻ, ദിസ് ടോർക്ക് ഈസ് ആക്ച്വലി ദ വാല്യൂ ഓഫ് ടോർക്ക് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡും ഈ പറയുന്ന കറണ്ട് കടന്നു പോകുന്ന ഈ കോയിലും തമ്മിൽ 90 ഡിഗ്രി അല്ലെങ്കിൽ ഇവിടെ പാരലലുമായിട്ട് വരുന്ന കേസിലാണ് ഈ ടോർക്കിന്റെ വാല്യൂ. ഇനി ഞാൻ പറയാണ്, ലെറ്റ് കൺസിഡർ ദിസ് ഈസ് മൈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മൈ സർക്കുലർ ലൂപ്പ് മേക്ക് സം ആംഗിൾ. അങ്ങനെ വരച്ചാൽ അത് പറ്റിയില്ല. ഒരു ചെരിവ് വേണം ആംഗിളിന്. ചെരിഞ്ഞ് ഒരു സർക്കുലർ ലൂപ്പ് ഇതിനകത്ത്, അല്ലെങ്കിൽ ഒരു സർക്കുലർ ലൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കറണ്ട് ലൂപ്പ് ഒരു ആംഗിൾ ഡിഫറൻസിൽ ചെരിഞ്ഞ് കിടക്കുക നോക്കുക. ലെറ്റ് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു തീറ്റ. ഇങ്ങനെ മാറ്റി മാറ്റി പരീക്ഷയ്ക്ക് ചോദിക്കാം. നമ്മൾ പറയുന്നു മാഗ്നറ്റിക് ഫീൽഡില് ഒരു കറണ്ട് ലൂപ്പ്, ആ കറണ്ട് ലൂപ്പിലെ കറണ്ട് ലൂപ്പിലൂടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതിയായിരുന്നു? ടോർക്ക് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇപ്പോൾ ഒരു ലൂപ്പ് എടുത്തിട്ടുള്ള, അപ്പൊ എൻ വേണ്ട, ഐ ഇൻറ്റു അല്ലെ ബി ഇൻറ്റു ഐ ഇൻറ്റു എ എന്നായിരുന്നു. ഞാനത് പഠിക്കാനും ഓർത്തിരിക്കാനും എളുപ്പത്തിനാണ് ടോ ഈസ് ഈക്വൽ ടു എൻ ലൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ബി എന്ന് പറഞ്ഞു തന്നു കേട്ടോ. അപ്പൊ ബി ഇൻറ്റു ഐ ഇൻറ്റു എ. ഇതെന്ന് പറയുന്നത് അവിടെ ആംഗിൾ ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത കേസ്. ഇനി പറയാണ്, ഇഫ് അവർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ദിസ് കോയിൽ മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് അവർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി. ഇത് നോർത്ത് ടു സൗത്ത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇതുമായി തീറ്റ ആംഗിൾ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ റീറൈറ്റ് ആസ് ടോ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ ഇൻറ്റു എ ഇൻറ്റു സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ, സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഐ എ സൈൻ തീറ്റ. ഇനി സംതിങ് ഇൻറ്റു സൈൻ തീറ്റ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ക്രോസ് പ്രൊഡക്റ്റ്. സോ ഹിയർ ഐ റീറിട്ടൺ ആസ് ഐ ക്രോസ് എ. ഐ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എ സൈൻ തീറ്റ എന്ന് എഴുതാം, ഇൻറ്റു ബി. ദാറ്റ് ഈസ് എ വാല്യൂ ഓഫ് ടോ. ഞാൻ പുതിയൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഐ ക്രോസ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എം ഓർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓർ മാഗ്നറ്റിക് മൊമെന്റ്. ഇപ്പൊ നോക്കി എന്തൊക്കെയോ സാമ്യങ്ങൾ വരുന്നില്ലേ? then we can rewritten as tau is equal to m into b. അല്ലെങ്കിൽ ഈ ക്രോസ് പ്രൊഡക്റ്റ് എഴുതി കഴിഞ്ഞാൽ if there is any theta difference, tau is equal to m cross b. That is our final equation. തീർന്നിട്ടില്ല, ഓർത്തെടുക്കാൻ ഒരു എളുപ്പത്തിന് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കേസിൽ നമ്മൾ ടോ ചെയ്തു വന്നപ്പം
നമുക്ക് പി ഇ സൈൻ തീറ്റ എന്നായിരുന്നു കിട്ടിയത്. അതിന് നമ്മൾ അവസാനം എന്നാ എഴുതി? ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ എന്ന് എഴുതി. അവിടെ പി എന്നായിരുന്നു? ഡൈപോൾ മൊമെന്റ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയായിരുന്നു. ഇനി ഇവിടെ നോക്കിയേ, ടോ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ in the case of electric field or electrostatics, or the torque acting on a dipole in an uniform electric field E. Here this is a torque acting on a current carrying coil or wire coil in a യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി. എന്തേ വ്യത്യാസമുള്ളൂ? ഇവിടെ ഡൈപോൾ മൊമെന്റ് വന്നു, ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് വന്നു. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ ആയിരുന്നു പറഞ്ഞ മീട്ടു, പി ഈസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ് പി ഈസ് ഈക്വൽ ടു 2AQ. ഒരു ഡൈപോള് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 2A ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യും. ഒരു ചാർജിന്റെ വാല്യൂ Q ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് 2AQ എന്ന് എഴുതാം. ഇവിടെ M ആണ്. M എന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞത്? M ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് മൊമെന്റ്, M ഈസ് ഈക്വൽ ടു I ക്രോസ് A. ഇങ്ങനെ വ്യത്യാസം ചോദിക്കും. ദിസ് ഈസ് എ ടോർക്ക് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, ദിസ് ഈസ് എ ടോർക്ക് in the electric field. So we want to understand these two cases. Either in the case of electric field, all other things, all these things in the case of a magnetic field, the torque acting in a magnetic field. ശരിയല്ലേ? രണ്ട് കേസിലും ടോയുടെ ഇക്വേഷൻ എടുക്കണം. ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. ടോ ഈസ് ഈക്വൽ ടു ഇക്ക് വരെ മാഗ്നറ്റിക് ഫീൽഡ് ആവും, പി ഡൈപോൾ മൊമെന്റ് വരെ മാഗ്നറ്റിക് മൊമെന്റ് ആവും. ടോ ഈക്വൽ ടു പി ക്രോസ് ഇ, ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി. പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ്, ഡൈപോളിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ചാർജ് ഇൻ ടു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2AQ. In the case of a current magnetostatics or magnetic field, the current IV moving through a circular loop with area A. A എന്ന് പറഞ്ഞ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. തൊട്ട് മുമ്പത്തെ ഡെറിവേഷൻ കണ്ട് ഡെറൈവ് ചെയ്ത് എനിക്ക് അയക്കണം. M is equal to I cross A, that is a magnetic moment. So dipole moment cross electric field, magnetic moment cross magnetic field. That is a comparison between torque. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വർക്കാണ് ടോർക്ക്. വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അത് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും നമുക്ക് ടോർക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, then ടോ ഈസ് ഈക്വൽ ടു M ക്രോസ് B. മനസ്സിലായോ? സോ ഇത് ഭയങ്കരമായി നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഈ ഒരു ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കൺവേർഷൻ ആണ്. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു വോൾട്ട്മീറ്റർ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ. അമ്മീറ്റർ എന്തിനു ഉപയോഗിക്കുന്നതാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ കറന്റ് ഇൻ എ സർക്യൂട്ട്. അമ്മീറ്റർ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നത്? ദാറ്റ് ഇസ് സീരീസ് വിത്ത് ദ സർക്യൂട്ട്. ഈ രണ്ട് പോയിന്റ് ആദ്യം അറിയുന്നു. ഇനി ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം, ആദ്യം നമുക്കൊരു ഗാൽവനോമീറ്റർ വേണം, അല്ലേ? അല്ലാതെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. Let's consider we have a galvanometer.
and also we have a resistance. ഇതാണ് എൻ്റെ സർക്യൂട്ട്. അപ്പം ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഒരു ഗാൽവനോമീറ്ററിലോട്ട് കൊടുത്തു. എനിക്കതിനെ എന്താക്കി മാറ്റണം? അമ്മീറ്ററാക്കി മാറ്റണം. ഐ ഇങ്ങ് വന്ന് ഇവിടെ വന്ന് ഈ പോയിന്റിൽ വന്നു കഴിയുമ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിനകത്തോട്ട് ഐ ജി അല്ലെ ഗാൽവനോമീറ്ററോടെ പോകുന്ന കറണ്ട് എന്ന് എടുക്കാം. മൊത്തം ഐ ആണ് വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഐ മൈനസ് ഐ ജി ആയിരിക്കും. അതിനെ ഒരു റെസിസ്റ്റൻസിലേക്ക് ഘടിപ്പിക്കും. നോക്കണം, കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. അമ്മീറ്റർ ഘടിപ്പിക്കുന്നത് സർക്യൂട്ടില് സീരിയസ് ആണെങ്കിൽ, അതായത് ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാൻ ഘടിപ്പിക്കുന്ന റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് ഘടിപ്പിക്കണം. ഐഡിയ മനസ്സിലായോ? ഓപ്പോസിറ്റ് ആയിട്ട് കരുതണം. അമ്മീറ്ററിനെ ഒരു സർക്യൂട്ടില് കറണ്ട് അളക്കാൻ സീരിയസ് ആയിട്ടാണ് ഘടിപ്പിക്കുന്നത്. പക്ഷേ ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ വേണ്ടി ഒരു റെസിസ്റ്റൻസിനെ ഘടിപ്പിക്കുന്നത് പാരലൽ ആയിട്ടാണ്. ആ റെസിസ്റ്ററിന്റെ വാല്യൂ വളരെ ചെറുതാണ്. അതുകൊണ്ട് അതിനെ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. ഞാൻ അതിനെ ഷണ്ട് റെസിസ്റ്റൻസിനെ എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി നമുക്കറിയാം ഇതിന് പാരലൽ ആയിട്ടുള്ള കണക്ഷനാണ്. ഇവിടെ ഒരു പോയിന്റ് എയും ഇവിടെ ഒരു പോയിന്റ് ബിയും എടുത്തു കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിന് എക്സ്ക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഈ സർക്യൂട്ടിന് എക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ദ പൊട്ടൻഷ്യൽ അക്രോസ് ഗാൽവനോമീറ്റർ, പൊട്ടൻഷ്യൽ അക്രോസ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് വി ആണല്ലോ. വി എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ആണല്ലോ. ഇവിടുത്തെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിനെ ജി എന്ന് എഴുതി, കറണ്ടിനെ ഐ ജി. അപ്പൊ സോ ഐ ജി ഇൻറ്റു ജി, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ദ പൊട്ടൻഷ്യൽ അക്രോസ് ദി സർക്യൂട്ട്, ഷണ്ട് റെസിസ്റ്റൻസിലൂടെ കയറി പോകുന്നത്, അതും എങ്ങനെയാണ്? വി ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു ഷണ്ട് റെസിസ്റ്റൻസസ്. നമുക്കറിയാം പാരലൽ കണക്ഷൻ ആകുമ്പോൾ നമ്മൾ ആർ ഈക്വൽ ടു ആർ വൺ, 1/r ഈക്വൽ ടു 1/r1 അങ്ങനെ കൂട്ടിയെടുക്കാൻ വേണ്ടി പോലെ ദ പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റന്റ് ഇൻ പാരലൽ കണക്ഷൻ. വി ഈസ് എ കോൺസ്റ്റന്റ് ഇൻ പാരലൽ കണക്ഷൻ. സോ ഐ ജി ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഇവിടുന്ന് നേരെ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിക്കും വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്. എത്ര റെസിസ്റ്റൻസ് കൊടുത്താൽ ആ ഗാൽവനോമീറ്ററിനെ ഇതാക്കി മാറ്റാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ജി ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇവിടെ ജി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ galvanometer and S is the shunt resistance. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ അടുത്ത ഹെഡിനകത്ത് ഒറ്റ വ്യത്യാസമുള്ള, അതിനെ സീരിയസ് ആക്കും. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സോ ദ ഫൈനലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്. Shunt resistance S is equal to Ig into G divided by I minus Ig. ചിലപ്പം ചോദിക്കും ഇതിന്റെ നെറ്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ നെറ്റ് റെസിസ്റ്റൻസ് നമുക്കറിയാം, എനിക്കറിയാം, നിങ്ങൾക്കറിയാം. നമ്മൾ നേരത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പാരലൽ ആണെങ്കിൽ 1/r is equal to 1/r1 plus 1/r2 ആണ്.
That is equal to 1 by s plus 1 by g. അല്ലെ തിരിച്ചെഴുതാം. That is equal to g plus s divided by g into s. അത് 1 by r ആണ്. Therefore, the total or equivalent resistance in this circuit R is equal to G into S reciprocal എടുക്കണം divided by G plus S. It is very, very important and very sure question. How can we convert galvanometer to ammeter? ഒറ്റ ഭാഗം ഓർക്കണം, അമ്മീറ്റർ സീരിയസ് ആയിട്ടാണ്. ഇവിടെ ഘടിപ്പിക്കുന്ന റെസിസ്റ്റൻസ് അപ്പം പാരലൽ ആയിരിക്കണം. അത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. അതിന്റെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. രണ്ടിലെ ഓംസ് ലോ അനുസരിച്ച് V ഈക്വൽ ടു IR എഴുതുക. രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഒറ്റയടിക്ക് നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും, ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂയും കിട്ടും. അപ്പൊ കൺവേർട്ട് ചെയ്യാവുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ വരും, ഫിഗർ വരയ്ക്കാൻ ഓപ്ഷൻ വരും, ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പാർട്ട് ബിയും വരും. 2, 1, 3, 4 മാർക്ക്, അല്ലെങ്കിൽ 1, 1, 2, 3 മാർക്ക്, അല്ലെങ്കിൽ 1, 2, 3 മാർക്ക് അല്ലെ 4 മാർക്കിന്റെ ചോദ്യമായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലായോ? Conversion of galvanometer to voltmeter. അമ്മീറ്ററിന്റെ കേസ് വോൾട്ട്മീറ്ററിന് ഇങ്ങനെ തന്നെ പറയാം. വോൾട്ട്മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് അക്രോസ് എനി ടു പോയിന്റ്. ഇറ്റ് ഈസ് വോൾട്ട്മീറ്റർ നമ്മൾ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നത്? പാരലൽ ആയിട്ടാണ് ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ഘടിപ്പിക്കേണ്ടത് സീരിയസ് ആയിട്ടായിരിക്കും. ഒരു ഗാൽവനോമീറ്റർ ഇരിക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസിനെ സീരിയസ് ആയിട്ട് ഘടിപ്പിക്കണം. സീരിയസ് ആയിട്ട് ഘടിപ്പിച്ച് നമുക്കറിയാം R ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്, അല്ലെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് കൂടും. ഇതൊരു ഗാൽവനോമീറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഘടിപ്പിക്കണം. അത് ചെറിയൊരു റെസിസ്റ്റൻസ് അല്ല, ഷണ്ട് റെസിസ്റ്റൻസ് അല്ല, ഇതൊരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഇനി ഇതിലൂടെ വരുന്ന കറണ്ട് മുമ്പത്തെ പോലെ I, ഇതിനകത്തോടെ കയറുന്ന IG. ഈ പറയുന്ന പോലെ ദിസ് ഈസ് എ വാല്യൂ ഓഫ് ക്യാപിറ്റൽ R. ഇനി നമുക്കിത് വളരെ സിമ്പിൾ ആണ്. ഐജിയുടെ വാല്യൂ എന്ന് പറയുന്നത് P is equal to I into R ആണല്ലേ, or I equal to V by R. That is equal to V by R plus G. അതല്ലേ ടോട്ടൽ റെസിസ്റ്റൻസ്. നോക്കി, സീരീസ് ആയിട്ട് കൊടുക്കുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് R is equal to R1 plus R2. ഇവിടെ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് G. G is the resistance of the galvanometer. R is the resistance of the resistor. Then V by R plus G. ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ട റെസിസ്റ്റൻസ് അവിടെ R കണ്ടുപിടിച്ചാൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട റെസിസ്റ്റൻസ് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. IG ഇതാണെങ്കിൽ ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ചുമ്മാ ഗുണിക്കാം. IG ഇൻറ്റു R പ്ലസ് G ഈസ് ഈക്വൽ ടു V. IGR plus IGG equal to V. IG into R equal to V minus IG into G. Then IG is, sorry, കണ്ടുപിടിക്കേണ്ട R ആണ്. R equal to V minus IGG divided by IG. ഇവിടെ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ R is equal to V by IG minus G. This is the expression for the resistance that connected series to a circuit that VCR used for the conversion of galvanometer to voltmeter. എന്ത് സിമ്പിൾ ആണെന്ന് നോക്കി. ഇനി ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് റെസിസ്റ്റൻസും സീരീസ് ആണ്. R ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. That is equal to G plus R. R effective is equal to G plus R. ഇത് രണ്ടുമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ?
ഓർത്താൽ മതി. വോൾട്ട് മീറ്റർ നമ്മൾ പാരലായിട്ട് ഘടിപ്പിക്കുന്നതെങ്കിൽ സർക്യൂട്ടിൽ നമ്മൾ അവനെ ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് ഘടിപ്പിക്കണം. അമ്മീറ്റർ അപ്പുറം സീരീസ് ആയിട്ടാണ് ഘടിപ്പിച്ചത്, അപ്പൊ റെസിസ്റ്റൻസ് പാരലായിട്ട് ഘടിപ്പിക്കുക. ആ ഒരു ഓപ്പോസിറ്റ് നാം ഓർത്താൽ മതി. ഇല്ലേ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് മുഴുവൻ ഏതാന്ന് കാണാതെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യം വരും. സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന കണക്ഷന് വിപരീതമായിട്ട് വേണം ഗാൽവനോമീറ്ററിൽ റെസിസ്റ്റൻസിനെ ഘടിപ്പിക്കാൻ. അപ്പോഴാണ് ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ടും വോൾട്ട്മീറ്റർ ആയാലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ?